ഹലോ ഗായ്സ്, പവർ മച്ചാൻ ഹരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബാംഗ്ലൂർ ടു കൊച്ചി ട്രിപ്പിൻ്റെ പാർട്ട് 3 ആണ്. അപ്പം നമ്മൾ ഇന്നെടുത്തിട്ടുള്ളത് മിനി ബസ്സാണ്. ടൊയോട്ടേൻ്റെ കാര്യം അറിയാമല്ലോ, ഫുള്ള് ഇടിച്ച് ഒരു പരിവായി കിടക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ മിനി ബസ് എടുത്ത്, ഇത് രാവണ പ്രഭു എന്ന് പറയുന്നൊരു മിനി ബസ്സാണ്. അപ്പം നമുക്ക് പോവാം. ഓക്കെ, ഇതാണ് ബസ്. ഇനി പോവാണ് ഗൈസ്. എനിക്ക് ഫസ്റ്റ് വ്യൂട്ട് പോകാനാണ്. പക്ഷെ ഫസ്റ്റ് വ്യൂവിൽ വണ്ടീൻ്റെ അകത്ത് ഒരു തുള്ളി ലൈറ്റില്ല. ഇടയ്ക്ക് ലൈറ്റ് പോകും, ഇടയ്ക്ക് ലൈറ്റ് വരും, അങ്ങനെയാണ് ഗൈസ്. പിന്നെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ, ഇപ്പം മിനി ബസ്സും ചിലപ്പം നല്ല പരിവാവേണ്ടാവും ഗൈസ്. മഴയും പെയ്ത് ഗൈസ്. ഓക്കെ, വൈപ്പർ വർക്ക് ചെയ്യണമെങ്കിൽ രാവണപ്രഭു എന്നുള്ളതിൻ്റെ അടുത്ത ലൈറ്റ് ഒഴിവാക്കണം, അല്ലെങ്കിൽ വൈപ്പർ വർക്ക് ചെയ്യില്ല. അതുകൊണ്ടാണ് ഗൈസ്. ഓക്കെ, സെറ്റ് ബസ്സാണ് ഗൈസ്. ഇത് ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ കയറ്റിയതാണ്. ഈ വീഡിയോയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ടൊയോട്ടേൻ്റെ ഒപ്പം തന്നെ കയറ്റിയ വണ്ടിയാണിത്. പിന്നെ ഋതു 2.0 ഇന്ന് അവൻ്റെയിലും ഒരു ടൊയോട്ടേൻ്റെ വണ്ടി ഉണ്ട്. അവനും വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം അവൻ്റെ വീഡിയോയും എൻ്റെ വീഡിയോയും എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അവനും ഇങ്ങനത്തെ ഓരോ വീഡിയോകൾ ഇടുന്നുണ്ട്. അതുപോലെ ഗൈസ്, ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയുടെ വീഡിയോ, വണ്ടി ഗാരേജിലെ വണ്ടികൾ കാണിക്കുന്ന വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, അപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ചിലപ്പോൾ തട്ടും ചിലപ്പോൾ തട്ടില്ല എന്ന് പറയുന്ന പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ബസ് എടുക്കാൻ കാരണം നേരത്തെ പറഞ്ഞല്ലോ, ടൊയോട്ടേൻ്റെ അവസ്ഥ വൻ ദുരിതമാണ്. ഓക്കെ, അപ്പം പിന്നെ മിനി ബസ്, അതുപോലെ തന്നെ മിനി ബസ് ഓടിക്കാൻ കുറച്ചുകൂടി സുഖം എന്താണ്. അപ്പം ഒരു വീഡിയോയിലും ഇതുവരെ ഞാൻ ബസ് എടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ബസ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം മിനി ബസ് മോഡ് എങ്ങനെ എടുക്കാമെന്നുള്ളൊരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പം നമ്മളിപ്പോഴും കോഴിക്കോട് തന്നെയാണ്. കോഴിക്കോട് നിന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് കഴിഞ്ഞ ഒരു ചുരമുണ്ട്. ഓ ഗൈസ്, ചെറുതായിട്ട് തട്ടി. ഇതാ ഗൈസ്, സ്വിഫ്റ്റിന് ജസ്റ്റ് മിസ്സാണ് ഗൈസ്. അപ്പം നമ്മൾ കോഴിക്കോടാണ്. മാപ്പ് നോക്കി കാണാം. കോഴിക്കോട് നിന്നൊരു ജസ്റ്റ് മിസ്സാണ് ഗൈസ്. ചെറുതായിട്ട് തട്ടി ജസ്റ്റ് മിസ് ആയി കിടക്കുകയാണ്. അതൊന്നും നമ്മൾക്കൊരു വിഷയമല്ല, നമുക്ക് പോവാം ഗൈസ്. അപ്പം നമ്മൾ അവിടുന്ന് വണ്ടി മെല്ലെ എടുത്തിട്ടുണ്ട്. സ്വിഫ്റ്റ് ആരും ക്ഷമിക്കുന്നു വിചാരിക്കുന്നത്. അപ്പം കിണ്ണം വണ്ടി ഗൈസ്, മിനി ബസ് കൺട്രോളുണ്ട്. പിന്നെ എല്ലാമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് കഴിയാനായി എന്നാണ് ഗൈസ് തോന്നുന്നത്. ഓക്കെ, നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ തന്നെയാണ് പോകാനുള്ളത്. ഇനി വളവോ തിരിവൊന്നുമില്ല, നേരെ പോവുക. ചെറുതായിട്ടൊന്ന് വണ്ടി ഞാൻ നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പോവാം. പോയിക്കോ
പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് തട്ടിയിട്ടില്ലെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് നിർത്തി നിങ്ങൾക്ക് കാണിച്ചു തരാം. ബസ് ഇതാ, നമ്മളിപ്പോൾ വൈപ്പർ വർക്ക് ചെയ്യില്ല, പക്ഷെ നമ്മൾ LED ലൈറ്റുള്ള ലൈറ്റ് പേരാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പോയിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് കഴിയാൻ കുറച്ചുകൂടെ ഉള്ളൂ ഗൈസ്. ആ ടൈമിന് കോഴിക്കോട് കഴിയുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് വെച്ചേക്കുക. ഇതിന് 50 100 എനിക്ക് ഒരു 1K ലൈക്ക് തരികയാണെങ്കിൽ, ഈ വീഡിയോയ്ക്ക് 1K ലൈക്ക് തരികയാണെങ്കിൽ ഇങ്ങനത്തെ ബസ്സുകളുടെ പാർട്ട് 2 അല്ല, ഇതുപോലത്തെ വീഡിയോകൾ വരുന്നതായിരിക്കും. കോഴിക്കോട് കുറച്ച് ദൂരമാണ് നേരെ പോകാനുള്ളത്. അപ്പം ഒരു സ്കൂളൊക്കെ ഉണ്ട് പോണേക്ക്. നേരെ പോയിട്ടൊരു വാഷിംഗ് സെൻറ്ററും ഉണ്ട്. അപ്പം നമ്മൾ പോവുകയാണ്. പിന്നെന്താ ഗൈസ്, കോഴിക്കോട് കഴിഞ്ഞാൽ ചുരം കയറാനുള്ളതാണ് ഗൈസ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, ചുരം കയറുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിക്ക് പോണ വഴിക്കാണ് ഈ ചുരം ഉള്ളത്. കോഴിക്കോട് അങ്ങോട്ട് കഴിഞ്ഞാൽ അടുത്ത സ്ഥലം ലക്കിടി ഗെയിമിൽ. അപ്പം അവിടെയാണ് ഇത് ചുരമുള്ളത്. ഓ ഗായ്സ്, ബസ് സ്കിഡായിപ്പോയി. ബസ് ചെറുതായിട്ടൊന്ന് സ്കിഡായിപ്പോയി ഗായ്സ്. നമ്മൾ നേരെ ആക്കിയിട്ടുണ്ട്. ഇപ്പം മഴ പെയ്യാൻ തുടങ്ങിയാണ് ഗൈസ്. വൈപ്പർ ഇടില്ല. നേരെ പോവാണ്. വൈപ്പറൊക്കെ എന്തിനാ ഗൈസ്, നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ടൊക്കെ വൈപ്പർ ഇട്ടാൽ മതി ഗൈസ്. ഞാൻ അങ്ങനെയാണ് ഗൈസ്, മഴ ഉണ്ടെങ്കിലും വൈപ്പർ ഇടില്ല. അപ്പം നമ്മൾ ലൈറ്റ് ഇട്ടിന്. ആ ലൈറ്റ് ഇട്ടിനെങ്കിൽ ഇടിക്കാൻ പോകേണ്ടതിന് ഗൈസ്. ഒരു ബ്ലാക്ക് കാറുകാരൻ അങ്ങോട്ട് വന്ന് അപ്പം സുഖം സുന്ദരം ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വൈപ്പർ ഇട്ടിട്ടുണ്ട്. വൈപ്പർ ഇട്ടിട്ടൊന്നും വെള്ളം പോണില്ല ഗൈസ്. നമ്മളിപ്പോൾ 96 km/h പോണത്. അപ്പം അടുത്ത് നല്ല 180 ലിറ്റർ പെട്രോൾ ഉണ്ട്. അതുകൊണ്ട് പെട്രോൾ അടിക്കാനും കയറണ്ട. മുന്നിൽ ഏതോ ഒരു വണ്ടിക്കാരൻ വന്നാണ്. ചെറിയ ഗ്ലാസ് ആയതുകൊണ്ട് കാണാനില്ല ഗൈസ്. ലോറിയാണ് ഗൈസ്. അത് നമ്മൾ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ നല്ല കണ്ടൻസിന് വേണ്ടിയിട്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് വെക്കുക. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ടാറ്റക്കാരനൊക്കെ അതാ പോണ് ഗൈസ്. അപ്പം ഋതു 2.0യുടെ കൂടെ ഒരു മാച്ച് വേണമെങ്കിൽ പറയുക, ഞാൻ മാച്ച് വെക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പം കോഴിക്കോട് കഴിയാനായോന്നറിയില്ല. പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അവസാനമില്ല റോഡ് പോലെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. 2-way റോഡായിട്ടാണ് ഗൈസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സൊക്കെ ഗണ്ണാണ് ഗൈസ്. പിന്നെന്താ പറയുക,
കിണ്ണം ബസ് എല്ലതും കിണ്ണാണ്, ബസ്സുള്ള എല്ലതും കിണ്ണാണ്. അപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓടിച്ചിട്ട് എത്തില്ല ഗൈസ്. നമ്മൾ പാലത്തേക്ക് എന്തൊക്കെയാണ് കയറുന്നത്? അല്ല, പാലത്തേക്കല്ല, ഹൈവേ തന്നെയാണ്. പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എൻ്റെ ഡ്രൈവിങ് നോക്കിയാണ് നിങ്ങളെ, ഒന്നിലും തട്ടാണ്ട്. പാനിപൂരിക്കാരാ. നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ അത് കണ്ടിട്ട് വരിക. അതിൽ നമ്മൾ ഇന്നോവയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്നോവൻ്റെ പണി പാളിയത് കൊണ്ടാണ് മിനി ബസ് എടുത്തിട്ടുള്ളത്. ഇപ്പം ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. ഇത് കണ്ട ഗൈസ്, വണ്ടീൻ്റെ സസ്പെൻഷൻ. വണ്ടിക്ക് സസ്പെൻഷൻ കുറച്ച് കൂടുതലാണ് ഗൈസ്. വണ്ടിക്ക് കുറച്ച് കൂടുതൽ സസ്പെൻഷൻ ഉണ്ട്. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ വണ്ടിയിൽ ലൈറ്റ് ഉണ്ടാവില്ല, ചിലപ്പോൾ വണ്ടിയിൽ ലൈറ്റ് ഉണ്ടാവും, വണ്ടിയിൽ ലൈറ്റ് ഉണ്ടാവില്ല, വണ്ടിയിൽ ലൈറ്റ് ഉണ്ടാവും. അങ്ങനെയാണ് ഗൈസ് കളിക്കുന്നത്. ഈ രാത്രി ആയതുകൊണ്ട് വണ്ടിയിലിടയ്ക്ക് ലൈറ്റ് ഉണ്ടാവുകയില്ല. വണ്ടിയിലാണെങ്കിൽ വസ്തുത്തെ ലൈറ്റ് ഓൺ ആക്കാനുള്ള ഓപ്ഷനില്ല. ഗായ്സ്, അത് പറഞ്ഞുകൊണ്ടിരിക്കണം, എൻ്റെ ഇടയിൽ ചെറുതായിട്ട് കൊണ്ടുവന്ന് ചാമ്പി. അപ്പം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇടിയാനൊന്നും ഒരു പ്രശ്നമില്ലല്ലോ, നമുക്ക് പോയാൽ പോരെ. അപ്പം ഇന്തോനേഷ്യത്തെ ഗരേജത്തെ വണ്ടികൾ ഇതായിരിക്കും. അതിലെനിക്ക് സന ബസ് ഉണ്ട്. ആ സന ബസ് എടുത്തിട്ട് ഒരു ട്രിപ്പ് വേണമെങ്കിൽ നിങ്ങൾ പറയാം, ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി കഴിയില്ല ഗൈസ്, രാത്രി എത്താൻ നേരമായി, രാത്രിയാണ്, ഇതുവരെ കഴിഞ്ഞില്ല. അവിടെ എത്തുമ്പോഴെങ്കിലും രാവിലെ ആയി. അതിന് നേരെ പോയിട്ട് രാത്രി ലൈറ്റ് പഠിച്ചു ഗൈസിൻ്റെ. അടിച്ച് ഗൈസ് ചെറുതായിട്ട് അടിച്ചോന്നൊരു ഡൗട്ട്. ഇല്ല ഗൈസ്, അടിച്ചിട്ടില്ല. അയാൾ അടിച്ചോന്നൊരു ഡൗട്ട്. നേരത്തെ അടിച്ചോന്നൊരു ഡൗട്ട്, ഇപ്പോഴും അടിച്ചോന്നൊരു ഡൗട്ട്. എനിക്കറിയില്ല. അടിച്ചില്ല ഗൈസ്, ജസ്റ്റ് മിസ്സിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും പോണ് നല്ല സുഖമായിട്ടാണ്. നമ്മൾ മെല്ലെ പോകില്ല ഗൈസ്. പറക്കുന്നളി കാലം മഴയാണ് ഗൈസ്. പറക്കുന്നളി കഴിയാമെന്നാണ് വിചാരിച്ചത്. വഴിക്ക് ഇനിയിപ്പോൾ മഴ ചെയ്തുകൊണ്ട് ഇനിയിപ്പോൾ വഴിക്കാലോ. ഓക്കെ ഗൈസ്, അപ്പം ചുരത്തേക്കുള്ള മാപ്പ് ലോഡിങ് വന്നിട്ടുണ്ട്. അപ്പം മാപ്പ് ലോഡായോണ്ടിരിക്കുകയാണ്. ഓക്കെ, മാപ്പ് ലോഡാവൂ. അവർക്ക് ഈ മാപ്പ് ലോഡാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെക്കാണ്ട് ഒറ്റയടിക്കാണ്ട് മാപ്പ് ഫുള്ളാക്കി. അപ്പോൾ ഗൈസ് ഇതാ ചുരത്തിലാണ് ഇപ്പോൾ വണ്ടിയുള്ളത്. ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇറങ്ങും. ഓക്കെ, ചുരത്തിൻ്റെ ഒരു സൈഡിൽ ഒരു കർവിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് നിർത്തി ഒന്നുമില്ല ഗൈസ്, വെറുതെ നിർത്തിയാണ്. സുഖം.
ഒരു സുഖം. നമ്മൾ പോവാണ് ഗൈസ്. വണ്ടി അറിഞ്ഞിട്ടാണ് ഇപ്പോൾ പോവാണ് ഗൈസ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുരം ഒരു വളവ് കഴിഞ്ഞു. അടുത്ത വളവാണ്. ഓക്കെ, അടുത്ത വളവാണ് വളച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും മേലെ എത്തിയിട്ട് ഇറങ്ങാനുണ്ട് ഗൈസ്. ഓക്കെ, ഇറങ്ങാനുണ്ട്. അപ്പം ഏറ്റവും ടോപ്പിൽ എത്താനായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഇത് ഫസ്റ്റ് ടൈം കളിക്കുകയാണ്. ഓക്കെ, ചോരമുള്ള 2.0 കുറേ പ്രാവശ്യം കളിച്ചിട്ട് പറഞ്ഞാണ് ചോരുണ്ട്. നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഏറ്റവും ടോപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വളവിൽ ടോപ്പിലെത്തുമെന്നാണ് തോന്നുന്നത്. വണ്ടിക്ക് വലിവ് കിട്ടില്ല ഗൈസ്. ഓക്കെ, വലിവ് കയറി ഗൈസ്. ബസ് മിലിറ്ററി ഇന്തോനേഷ്യയിൽ ഇങ്ങനത്തെ ഒരു ചുരമുണ്ട്. അതിൻ്റെ അവിടെ കയറണമെങ്കിലും പറയൂ ഗൈസ്. ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. പോണേക്കൊരു ഓഫ് റോഡ് ഉണ്ട് എന്നാണ് പറഞ്ഞു. പക്ഷെ നമ്മളവിടെ കയറില്ല. മേലെ അല്ലെങ്കിൽ ഇവിടെ എവിടെയൊന്നാണ് ചുരമുണ്ട്. മറ്റേ ഓഫ് റോഡ് പോകാൻ പറ്റിയ സ്ഥലമുണ്ടെന്ന് തന്നെ. ചുരം ഗൈസ്. പിന്നെ ഇപ്പോഴാണ് ശ്രദ്ധിച്ച ഗൈസ്, ചുരത്തിലെത്തിയപ്പോഴും രാത്രി തന്നെ. വല്ല ആനയും പുലിയും വന്നാൽ ദീനി അങ്ങനെയെങ്കിലും രാത്രിക്ക് ഒരു ഗുണമുണ്ടാകട്ടെ. വെറുതെ ലൈറ്റും കത്തിച്ചിങ്ങനെ പോവുക. എന്തായാലും ഇന്ത്യൻ വൈബായതുകൊണ്ട് കിട്ടുന്ന സാധനമല്ലേ. ഇന്ത്യൻ വൈബ് ഞാൻ വിചാരിച്ചില്ല ഗൈസ്. ഈ ഗെയിം ഇറങ്ങി അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഈ ഗെയിമിൽ ഞങ്ങൾ വണ്ടി കയറ്റുന്നത്. അല്ല നിങ്ങൾക്ക് കയറ്റണമെങ്കിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ബസ് മിലിറ്ററി ഇന്ത്യയിലും ഇന്തോനേഷ്യയിലും എങ്ങനെ ബസ് ID കയറ്റണം എന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ ചുരത്തിൻ്റെ ഏറ്റവും മേലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ചുരം കയറിയിട്ട് വേണം ഗൈസ് ചുരം ഇറങ്ങാൻ. ഞാൻ ഒരു പ്രാവശ്യം ചുരം കയറിയിട്ടുണ്ട്, പക്ഷെ ഇറങ്ങിയിട്ടില്ല. ഇപ്പോഴാണ് ഇറങ്ങുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. എങ്കിലും ഞാൻ ഒറ്റ വീഡിയോ ആക്കാനാണ് ശ്രമിച്ചത്. പിന്നെ അത് പാർട്ടാക്കി 2-3 വീഡിയോ ആക്കിയതാണ്. ഇതിപ്പോൾ 3ാമത്തെ വീഡിയോ ആണ്. ഇതാണ് ലാസ്റ്റ് പാർട്ട്. ഓക്കെ, ചുരത്തിൻ്റെ മേലെത്തി എന്നാണ് ഗൈസ് തോന്നുന്നത്. എത്തിയില്ല. അയ്യോ ഗൈസ്, ഇവിടെ നിന്ന് കൺട്രോൾ വണ്ടിക്ക് ചെറുതായിട്ടൊരു സ്കിഡിങ്ങിൻ്റെ കുഴപ്പമുണ്ട്. ചിലപ്പോൾ ഡ്രിഫ്റ്റ് അടിക്കുകയാണ്. കാറ് പോലെയാണ് ബസ്. ഇങ്ങനെയാണ് റോഡിൻ്റെ നടുവിലാണ് ബസ്. ഇങ്ങനത്തെ മിനി ബസ് എടുക്കണമെങ്കിൽ ട്രാവലർ ബസ് ID മോഡെന്ന് അടിച്ചാൽ മതി പ്ലേ സ്റ്റോറിൽ. അപ്പോൾ കിട്ടുന്നതായിരിക്കും. ചിലതിൽ മിനി ബസ് ഉണ്ടാകും. ഇതിൽ മിനി ബസ് കണ്ടപ്പോൾ ഞാൻ കൗതുകം തോന്നി കയറ്റിയതാണ്. ഇനി നമുക്ക് ചുരം കയറി ഇറങ്ങി കുറച്ച് ദൂരം അങ്ങോട്ട് മുന്നോട്ട് പോകാണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്.
വലിവ് കിട്ടൂല ഗൈസ്, ചുരത്തിൽ വലിവ് കിട്ടൂല ഗൈസ്. ഇടയ്ക്ക് സ്പീഡ് കുറഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട് മിനി ബസ്സിന്. അടുത്തത് ഏത് വണ്ടി വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മളാ വണ്ടി കൊണ്ടുവരുന്നതായിരിക്കും. അടുത്തത് ഏത് ഗെയിം കളിക്കണമെന്നും നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക, അതും നമ്മൾ കളിക്കുന്നതായിരിക്കും. ഓക്കെ, GTA 5 ഒന്നും പറയരുത് ഗൈസ്, ഞാനിത് മൊബൈലിലാണ് കളിക്കുന്നത്, അതുകൊണ്ടാണ് ഗൈസ്. ഓക്കെ. ഓ ഗൈസ്, കൊണ്ടുപോയി ചാമ്പി, പക്ഷെ നമ്മളെ മൈൻഡ് ആക്കിയില്ല ഗൈസ്. 73 ഹെൽത്ത് ഉണ്ട് മിനി ബസ്സിന്. അപ്പോൾ ഗൈസ്, മിനി ബസ് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് കമൻറ്റ് ചെയ്യുക. ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യേണ്ട, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, എനിക്ക് ഇത് മിനി ബസ് ഇഷ്ടമാണ്, കാരണം അത് ഓടിക്കാൻ വേറെ തന്നെ ഒരു രസമാണ്. അപ്പം നമ്മൾ ചുരം കയറി മേലെ എത്തി മുകളിലെത്തിക്കൊണ്ടിരിക്കുകയാണോ, എത്തിയോന്ന് എനിക്കറിയില്ല. എത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുരത്തിൻ്റെ മുകളിൽ എത്തിയെന്നാണ് തോന്നുന്നത് ഗൈസ്. ഓക്കെ, പോയിക്കൊണ്ടിരിക്കുകയാണ്. മിനി ബസ്സും എടുത്തുകൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ചുരം ഇറങ്ങാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ എന്തെങ്കിലും കൺട്രോൾ കിട്ടുമെന്ന് എനിക്കറിയില്ല. ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയെന്നല്ല, ചുരം എത്താനായി എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മുന്നിലൊരു വണ്ടിക്കാരൻ ബ്ലോക്കാക്കണം. അപ്പം ചുരം ഇറങ്ങാണ് ഗൈസ്. ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ഞാൻ, ഇങ്ങോട്ട് ഗൈസ് പാട്ട്. ചുരം ഇറങ്ങി കഴിഞ്ഞു ഗൈസ്. അപ്പം നമ്മൾ ചുരം ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, ഇനി നമ്മൾ കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ കൊച്ചിയിലെത്തും ഗൈസ്. ചെറുതായിട്ടൊന്ന് കൺട്രോൾ പോയി ഗൈസ്. അപ്പം ഓക്കെ, വണ്ടി കൺട്രോളിലെടുത്തിട്ടുണ്ട്, വണ്ടിക്കാരെ ക്ഷമിക്കണേ. അപ്പം നമ്മൾ പോയോണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ എത്തിയിട്ട് കാണാം. സോറി കേട്ടോ, അറിയാണ്ട് പറ്റിപ്പോയതാണ്. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് ചാമ്പിന്നാണ് തോന്നുന്നത്, ഞാൻ ശ്രദ്ധിച്ചില്ല. പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയിട്ടും എത്തില്ല അങ്ങോട്ട് ഗൈസ്. പോയിട്ടും എത്തില്ല. ഈ മാപ്പ് കഴിയുമ്പോഴത്തേനും 1000 ലൈക്ക് നിങ്ങൾ തരുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾ പറയുന്ന വണ്ടി കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ, 1000 ലൈക്ക് തരുക. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു വാഷിംഗ് സെൻറ്റർ ഉണ്ട്, നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വാഷിംഗ് സെൻറ്ററിലൊന്നും ഇറങ്ങാൻ ടൈമില്ല, നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിതായി കാറുകാരൻ്റെ ബാക്കിൽ, ഈ കാറുകാരൻ എന്താ സ്പീഡിലൊന്നും പോകാത്ത, അത് മാറിക്ക് ഞാൻ പോട്ടെ. അത് ഇയാളെന്നാൽ ഓവർടേക്ക് ചെയ്യാനൊന്നും സമ്മതിക്കില്ല ഗൈസ്. പോരാത്തതിന് സൈഡിൽ നിന്ന് ആ വണ്ടികളും വരുന്നത്. പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്തില്ലല്ലോ, പോവാം, ഒരുപാട് ടൈമുണ്ടല്ലോ, പോകാം. അപ്പോൾ ഗൈസ്, അടുത്ത മാപ്പ് ലോഡാവേണ്ടടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ലോഡിങ്. വെയിറ്റ്
വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കും ചെയ്യാം, വെയിറ്റ് ചെയ്യാമല്ലോ. നമ്മൾ വെയിറ്റ് ചെയ്യണിത് മാപ്പ് ഓക്കെ കൊച്ചിയിലെത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഇനി ഇവിടുന്ന് ഒരു പാലം കയറി ഒരു വളവുണ്ട്, ആ വളവ് കൂടി വളഞ്ഞ സ്ഥലത്തും ഗൈസ്. അങ്ങനെതാ രാവിലെ ബസ്, ഇതാണ് രാവിലെ ബസ്സിൻ്റെ ലുക്ക്. രാവിലത്തെ ഇപ്പോഴും രാവിലെ ഇല്ലെന്നൊരു ഡൗട്ടാണ്. ആയില്ല എന്നാണ് ഗൈസ് തോന്നണത്. ആകാശമൊക്കെ കറുത്തിരിക്കുന്നു ഗൈസ്. നമ്മൾ പാലത്ത് കയറിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് തട്ടാതെ തന്നാൽ മതി. ഓക്കെ കൊണ്ടിരിക്കുകയാണ്. പാലം ഇറങ്ങുകയാണ് ഗൈസ്. ഓക്കെ പാലം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പാലം ഇറങ്ങിക്കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെ എത്തും. ഇനിയൊരു വളവുണ്ട് ഇവിടെ, ലെഫ്റ്റിക്കൊരു വളവുണ്ട്. ആ വളവ് അങ്ങോട്ട് കഴിഞ്ഞാൽ ഈ ബസ്സുകാരെന്താ കളിക്കുന്നത്? ബസ്സുകാരൻ എന്താണ് കളിക്കുന്നത്? ബസ്സുകാരൻ അങ്ങ് പോയാലും ബസ്സുകാരാ ഒന്ന് പോകടേ. സ്ഥലത്തെത്താനായിക്കുമ്പോഴോ എൻ്റെ ഒരു ബ്ലോക്ക് ആക്കൽ. ഓക്കെ നമ്മൾ വളയാൻ ഇനി കുറച്ചുകൂടി ഈ ലെഫ്റ്റ് ഗൈസ്. ഓക്കെ ലെഫ്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി നേരെ പോവുക. വേറെ പണി ഉണ്ടോയെന്ന് വെച്ചാൽ ഒരു റൈറ്റ് കൂടി എടുക്കണം. റൈറ്റിക്ക് എടുത്താൽ ഓക്കെ ബസ് സ്റ്റാൻഡ് എത്തി ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഓക്കെ ബൈ ഗൈസ്.